ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. പക്ഷെ നമ്മളിപ്പോൾ ഇതിവിടെ സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ പിന്നീട് ഇതേ ഭർത്താവിൻ്റെ പേരിൽ ലോകമെങ്ങും അറിയപ്പെടുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആവുന്നു. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള താൻ ആ ഒരു മേഖലയിലൂടെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വലിയ ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ തൻ്റെ വസ്ത്രധാരണത്തിൽ ബാക്കിയുള്ളവർ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രേണുസുധിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഈ രേണുസുധി തന്നെ ആണെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ ഓഡിയൻസിന് മുന്നോട്ട് വന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടേ ഞാൻ ജീവിക്കാനെ കൊണ്ട് സതി പോലുള്ള ഒരു ആചാരം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ വെള്ള സാരി ഉടുത്ത് വേണോ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഒരു പറ്റം ആൾക്കാർ ശരിയാണ് നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ച ഇതേ ആൾക്കാർ തന്നെ പിന്നീട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നീ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് വേണം നീ ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിയന്ത്രണം ഏർപ്പെടുത്താനെ കൊണ്ട് നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരോട് ഉണ്ട്. അതായത് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ നേരെ തലതിരിഞ്ഞ് മറിഞ്ഞേക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ടാണെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് അവർ നിന്ന രീതിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അവർ ചെയ്തേക്കുന്ന കുറേ വർക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ബാധകമായിട്ടുണ്ട്. ചില ആൾക്കാർ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരും ചിലർ കൺസേൺഡ് ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ രേണുസുധി ആണെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. രേണുസുധി ഇപ്പം കുറച്ചായിട്ടേ ഉള്ള ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര ആക്റ്റീവായിട്ട്, അപ്പം ആ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഒരു ഉദ്ഘാടനത്തിന് പോകാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള ആ ഒരു വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. പിന്നെ ഷോർട്ട് മൂവീസ്, വെബ് സീരീസ്, ആൽബം, തിരക്കാണ്, ഫുൾ ബിസിയാണ്. പിന്നെ നാടകം, മെയിനായിട്ട് നാടകം ഈ അടുത്ത് എവിടെയെങ്കിലും ഒരുപാട് സ്റ്റേജ് കഴിഞ്ഞായിരുന്നു? അതെ അതെ അതെ. ഗസ്റ്റ് ആയിട്ട് വിളിച്ച ആദ്യത്തെ ചേച്ചി ഞാനും കൂട്ടുകാരാണ്, അറിയാമോ? ഹാപ്പി. ഓക്കെ, അപ്പം രേണുസുധി ആണെങ്കിൽ മറ്റേ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഉള്ളപ്പോൾ ഉള്ള ആ ഒരു വീഡിയോ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ട്. അവിടെ തൊട്ടാണ് രേണുസുധീനെ പറ്റിയിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവുകയും പിന്നീട് ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഭയങ്കര മാസീവായിട്ട് വരാൻ തുടങ്ങിയതും. പിന്നീട് പുള്ളിക്കാരുടെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ കണ്ടിട്ടാണെങ്കിൽ എൻ്റെ പൊന്നോ, ഈ ബോഡി ഷേമിങ്ങിൻ്റെ പീക്ക് ലെവൽ സാധനങ്ങളാണ് പുള്ളിക്കാരുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു ചെറിയൊരു ജേണിയിലൂടെ തന്നെ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഇത്രയും വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്രയും വലിയൊരു കാര്യമല്ലേ, അത്രയും വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് പറയുന്ന കുറച്ച് കാര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കാം. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ എങ്ങനെയാ തീരുമാനം എടുത്ത് ഒറ്റയ്ക്ക് തീരുമാനത്താണോ ചെയ്യാൻ? ഞാനെല്ലാം ഒറ്റയ്ക്കാണ്, എനിക്ക് വേറെ ആരും തീരുമാനം എടുക്കാനില്ല. പിന്നെ എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മോനെ അറിയിക്കും, വർക്ക് വരെ അവനെ അറിയിക്കും, അവനെ ഓക്കെ പറയും. അവനെന്തെങ്കിലും വർക്കിൽ കണ്ടിട്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മ ഇതെന്താ കഥ എന്ന് പറഞ്ഞൊരു കൊച്ചു ചില കാര്യങ്ങൾ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനത് പറഞ്ഞു, അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ അങ്ങനെ. അതായത് സ്വന്തമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, എന്നിരുന്നാൽ പോലും തൻ്റെ മകനെ അറിയിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പം സ്വന്തം മകന് തോന്നാത്ത പ്രശ്നങ്ങളാണ് ഓഡിയൻസിലുള്ള ഓരോ ആൾക്ക് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് തോന്നുന്നത്. നാട്ടുകാരെങ്ങനെയുണ്ട്? നാട്ടുകാരെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നാട്ടുകാരല്ലല്ലോ കമന്റ് ഇടുന്ന വേറെ ആൾക്കാരല്ല, ഫേക്ക് ആയിട്ട് നമ്മളെ ജീവിക്കുന്ന എൻവയോൺമെന്റ് കറക്റ്റ്. അത് ഞാൻ ചോദിച്ചു, നാട്ടുകാരെങ്ങനെയുണ്ടെന്നുള്ളത്. അവരെല്ലാം സപ്പോർട്ടാണ്. നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. ഈ ഫേക്ക് ഐ ഡി എന്ന് എല്ലാവരും അങ്ങനെ ഫേക്ക് ഐ ഡി എന്ന് പറയാൻ പറ്റത്തില്ല. ജെന്യൂൻ അക്കൗണ്ടിൽ നിന്ന് തന്നെയൊക്കെയാണ് ഒരു മെജോറിറ്റി കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിവിടെ ഒരു രജു X0 എന്ന് പറയുന്ന ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് വായിക്കാം. ഈ നായിൻ്റെ മുകൾക്കൊരു ഷാൾ ഇട്ടൂടെ. സംഭവം നെഗറ്റീവ് കമൻ്റ് ആണ്, തെറി വിളിക്കാൻ അത്രയും ത്വരമൂത്തിരിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പം മുകൾക്കൊരു ഷാൾ ഇട്ടൂടെ, ഒന്നുമില്ലെങ്കിലും ആ ഒരു സ്പെല്ലിങ്ങെങ്കിലും ഒന്ന് കറക്റ്റ് ആക്കിയിട്ടൊക്കെ ഇടാം. ഓക്കെ, അപ്പം ഷാൾ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണ്. അപ്പം പുള്ളിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് രാജു X0. അപ്പം പുള്ളിയുടെ അക്കൗണ്ടിൽ തന്നെ ആണെങ്കിൽ കുറേ സ്ത്രീകളുടെ വീഡിയോ അല്ലെങ്കിൽ ലേഡീസിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരാരും ഷാൾ ഇട്ട് ഞാൻ എവിടെയും കണ്ടില്ല. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ ഷാൾ ഇടിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് ബാക്കിയുള്ളടത്ത് പോയി ഈ പറയുന്ന നീ നിനക്ക് ഷാൾ ഇട്ടോടെ നായിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഷാൾ ഇടണമെന്ന് വീട്ടിലുള്ളവരെ ഷാൾ ഇടിപ്പിക്കണമെന്നോ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ഒന്ന് ചെയ്യുകയും ഇവിടെ വന്ന് ബാക്കിയൊന്ന് ചെയ്യും. ഇവർക്ക് ഈ രേണുസുധി എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെ അടുത്തുള്ള ഒരു ദേഷ്യം, വൈരാഗ്യം എന്തിനാണ് ഇത്ര? നിങ്ങൾ സോഷ്യൽ മീഡിയ ഫേസിൽ കൂടെ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വൈരാഗ്യം മാക്സിമം തീർക്കാനെ കൊണ്ട് ശ്രമിക്കുകയാണ് കുറേ ആൾക്കാർ. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട ഒരു സാധനമാണ്. ഈ നെഗറ്റീവ് കമൻറ്റ് എന്ന് വെച്ചാൽ
ഇത് കുറച്ച് ഈ പറയുന്ന ദേഷ്യത്തോട് കൂടി ഇട്ടേക്കുന്നത്, അതല്ലേ നായിൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് ഇട്ടേക്കുന്നത്. പക്ഷേ വളരെ കൺസേൺഡ് ആയിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിലൊരു ചേച്ചി ഇട്ടേക്കുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. മുടി വെച്ച് മറയ്ക്കുന്ന എന്തിനാ, കംഫർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാൽ പോരെ. ഇത് വളരെ കൺസേൺഡ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു കമന്റ് ആണ്. കാര്യം രേണുസുധിയുടെ അടുത്ത് ഇഷ്ടം തോന്നിയ കുറേ ആൾക്കാർ പിന്നീട് ഇങ്ങനെ കുറച്ച് എക്സ്പോസിങ് ആയിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഓക്കെ, നിനക്ക് ഇത് അങ്ങനത്തെ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അത് ഇടണ്ടായിരുന്നല്ലോ. കാര്യം പുള്ളിക്കാരിയാണെങ്കിൽ മുടി വെച്ചിട്ട് മാക്സിമം ഇത് കവറപ്പ് ചെയ്യാനൊക്കെ കൊണ്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് കൺസേൺഡ് ആയിട്ട് എന്നൊക്കെ കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെയാണിത്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ഓക്കെ നീ ഇങ്ങനെ ചെയ്തോളൂ, പ്രശ്നമില്ല എന്നവർ പൂർണ്ണമായിട്ട് ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നില്ല. അവർ അവരുടെ ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തി എന്ന പോലെ ഒരു കുറച്ച് കൺസേൺഡ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറ്റേ നായിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഭവമൊന്നുമല്ല. ഇങ്ങനെ ആയിരിക്കണം. ഇത് ആ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഇട്ടേക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇനി ബാക്കി കുറച്ച് കമന്റ്സ് ഉണ്ട്. ജീവിച്ച് കാണിക്കുന്നു, കാണിച്ച് ജീവിക്കുന്നു. ഇതാണ് മെജോറിറ്റി അവിടെ വന്നേക്കുന്നത്. സുധിയേട്ടനെ നഷ്ടമായ ദുഃഖം തുറന്നു കാട്ടി ആദ്യ ഉദ്ഘാടനത്തിനെത്തിയ രേണു, ഇങ്ങനെയെല്ലാം സുധിച്ചേട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ, പാവം സുധിച്ചേട്ടൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. ജീവിച്ച് കാണിക്കുന്നു, കാണിച്ച് ജീവിക്കുന്നു. ഈ വെട്ട് കാണിക്കലൊക്കെ സുധിച്ചേട്ടൻ്റെ മക്കൾക്കും വേണ്ടി ആണെന്ന് ഓർക്കുമ്പോഴാണ് ഒരാശ്വാസം. ആഹാ, സുധിച്ചേട്ടൻ കാണാനുള്ളത് നാട്ടുകാർക്ക് കൂടെ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കാണിപ്പ് തുടങ്ങിയല്ലോ. ഇന്നലെ ഒരു വീഡിയോയിലും കണ്ടു കാണിച്ച് അത് മറച്ചു വെക്കുക എന്ന് തോന്നിപ്പിക്കുന്ന പോലെ ആക്ടിങ്. മുടിയിൽ കുറച്ച് പശ തേച്ച് അവിടെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരായിട്ടേക്കുന്ന കുറച്ച് കമൻസ് ആണ്. ഞാൻ അറിയാൻ മേലാത്തോണ്ടൊരു കാര്യം ചോദിക്കട്ടെ, പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ടു, അതിലെന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? നിങ്ങൾ ഈ പറയുന്ന പോലെ ഇച്ചിരി മുമ്പ് ഞാൻ ഒരു വായിച്ച ഒരു കമൻറ്റ് പോലെ ഇച്ചിരി കൺസേൺഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം തോന്നിയിട്ടോ മോളെ നീ ഇത് വേണമായിരുന്നു എന്നൊക്കെ ആൾക്കാർ ആ ഒരു സെൻസിൽ ചോദിക്കുന്ന കാര്യം ഒക്കെ നമുക്കത് മനസ്സിലാക്കും. നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം കൊണ്ട് പറയുന്നതെന്നുള്ളത്. ഇത് മാക്സിമം ഒരു നെഗറ്റീവ് സാധനം കിട്ടിയിട്ട് അത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം രേണുസുധി അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടു. എന്തുവാടേ പ്രശ്നം? ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് ഇത്രയും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകും. ഇതിൽ കുറേ ചേട്ടന്മാരുണ്ട് ഈ വസ്ത്രധാരണമൊക്കെ കണ്ടിട്ട് കൊള്ളാലോ മോളെ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് എന്നിട്ട് നീ എന്തിനാടി ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ക ടിപ്പിക്കൽ ഒരു മലയാളികളുടെ ഒരു നെറികെട്ട നാറിയ പരിപാടി കാണിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. കുറേ കമൻസ് ഒന്നും ഇവിടെ വായിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി തെറി പറഞ്ഞുകൊണ്ട് അത്രയും വൾഗറായിട്ടുള്ള കുറേ കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ വേറൊരു കമൻറ്റൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാവേ. അവർ ആ ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് കാണുമ്പോൾ മനസ്സിലാകൂ ആരോ പണി കൊടുത്തതാണ്. സ്നേഹം നടിച്ച് കൂടെ നിന്ന് അവരുടെ നാശം ആഗ്രഹിക്കുന്ന ആരൊക്കെ അവരുടെ പിന്നിലുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അവർ ആ സത്യം മനസ്സിലാക്കും. ഈ ഒരു കാര്യത്തിലൂടെ എനിക്കും പലപ്പോഴും ഞാനും എൻ്റെ മുമ്പത്തെ വീഡിയോസ് എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതായത് രേണുസുധീനെ വെച്ച് മാക്സിമം യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. മറ്റേ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ മനു ഗോപിനാഥോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ അതായത് ഇവർ മറ്റേ കല്യാണം കഴിഞ്ഞെന്നുള്ള രീതിയിലേക്കൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആൾക്കാരുടെ മുന്നിലോട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. അതായത് രേണുസുധിക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു നെഗറ്റീവ് വെച്ച് മാക്സിമം മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണെങ്കിൽ രേണുസുധിനെ യൂസ് ചെയ്യായിരുന്നു. അങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ സുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാക്സിമം രേണുസുധനെ യൂസ് ചെയ്യാനൊക്കെ മാക്സിമം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇനി ഒരു വസ്ത്രധാരണത്തെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതിന്റെ ഒരു വിഷ്വൽസോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. കോസ്റ്റ്യൂം ഒക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്താണോ? ഇത് ഒരു ഇന്നലെ ഞാനൊരു ആഡ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമയാണോ അൾട്ടിമേറ്റ് ലക്ഷ്യം? അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമ വിളിച്ചാൽ ചെയ്യും, അഭിനയിക്കും, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ഓക്കെ, ഇവിടെ ആഡ് ഷൂട്ട് കൊളാബ് കിട്ടിയേക്കുന്ന ഒരു പരിപാടിയായിരുന്നു, അല്ലെങ്കിൽ കൊളാബ് ത്രൂ കിട്ടിയേക്കുന്ന ഒരു ഡ്രസ്സായിരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ആ ഒരു ഡ്രസ്സ് കംഫർട്ടബിൾ ആണോ ഇടണോ വേണ്ടോ എന്നൊക്കെ ഉള്ളവർ അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നമ്മളത് ബോധർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ആലോചിക്കും, നമ്മൾ എത്ര 100% ലിറ്ററസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരാളുടെ വസ്ത്രധാരണം കണ്ടിട്ട് നീ അങ്ങനെ ചെയ്തില്ല, നിനക്കൊരു ഷാൾ ഇട്ടുകൂടെയത് എടുത്ത് മറ്റേ പഴയ ടിപ്പിക്കൽ മറ്റേ ഈ കാമുകി വൈബ് പണ്ടത്തെ ഒരു കുറച്ച് നാൾ മുന്നേ വരെയാണെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നീ ഷാൾ ഇട്ടില്ല നിന്റെ കണ്ണിടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു വൈബ് സാധനം. സാരി ഉടുത്താലും നീ ഷാൾ ഇടണം എന്ന് പറഞ്ഞ ചില ടിപ്പിക്കൽ കാമുകന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു പരിപാടിയാണ് കുറേ ആൾക്കാർ വന്നിട്ട്. ഇപ്പം സ്ത്രീകൾ തന്നെ വന്നിട്ട് കുറേ സ്ത്രീകളുടെ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട്. നീ കാണിച്ചു തുടങ്ങിയ അല്ലേഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ലോകത്താദ്യമായിട്ട് ഒരാളല്ല കുറച്ച് നെക്ക് ഇച്ചിരി താഴോട്ട് ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ പല പെൺകുട്ടികളുടെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. പലരും സ്റ്റിച്ച് ചെയ്യാനെ കൊണ്ട് ഡ്രസ്സ് കൊടുക്കുമല്ലോ, അതിനുശേഷം അവർക്ക് കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നെക്കിൻ്റെ ഭാഗം കുറച്ച് ഇറങ്ങിയായിരിക്കും. അവർ മാക്സിമം ഞാൻ പലരും കണ്ടിട്ടുണ്ട്, എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ കയറ്റി ഇടുന്ന ഇങ്ങനെ കാണാം. അപ്പോൾ അവർ തന്നെ പറയാം, സ്റ്റിച്ചിങ്ങിന് കൊടുത്ത ടൈമിലാണെങ്കിൽ നെക്ക് ഇച്ചിരി ഇറങ്ങിപ്പോയി, എന്ത് ചെയ്യാനോ നമ്മളിപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ല, ഇട്ടല്ലേ പറ്റുള്ളൂ എന്ന് എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മേ ബി അതുപോലെ ആയിരിക്കാം, ഇതുപോലെ അങ്ങനെയാണെന്നല്ല പറയുന്നത്, അതുപോലെ ആയിരിക്കുക എന്നുള്ളത് മാത്രം. പിന്നെ അത് ഇടണോ വേണ്ടെന്നുള്ളത് പുള്ളിക്കാരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രയും ബോധമായിട്ട് നടക്കുന്ന ഒരു വലിയൊരു സമൂഹം, അതും നമ്മൾ മലയാളികൾ.
ഓക്കെ, കുറച്ച് നാൾ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ടാണ് ഒരാഴ്ച മൊത്തം നമ്മുടെ എന്തിന് മെയിൻ സ്ട്രീം ചാനൽസിൽ വരെ വലിയ അത് ശരിയാണോ അത് തെറ്റാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ ചർച്ച ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? ഇതുപോലത്തുള്ള കുറേ ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് കാണാൻ അത് രുചിക്കാനെ കൊണ്ട് കുറേ ആൾക്കാരുണ്ട് അല്ലേ? നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെ കാണണേ? അത് നേരത്തെ ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു ഒരിടയ്ക്ക്, ഇപ്പൊ അത് കൊടുക്കാറില്ല. കാരണം ഈ സ്ഥിരം അക്കൗണ്ടിൽ നിന്നാണ് ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. നേരിട്ട് ഒരുപാട് പേരെന്നെ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ആരും നേരിട്ട് തന്നെ ഒരു ബോഡി ഷേമിങ്ങും ചെയ്തിട്ടില്ല, നെഗറ്റീവും പറഞ്ഞിട്ടില്ല. കാരണം ഇനിയും വീഡിയോയ്ക്കകത്ത് ഫോട്ടോയ്ക്കകത്ത് കാണുന്നതുകൊണ്ടായിരിക്കണം. വേറെ അതാണ്, നേരിട്ട് കാണുമ്പോൾ ആരും ഒന്നും വേണ്ടില്ല. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടുമല്ലോ ഇവിടെ. നേരിട്ട് ആരും പറയില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും എവിടെയൊക്കെ ഒളിച്ചിരുന്നിട്ട് കുറേ ആൾക്കാർ ഇതുപോലെ കമന്റ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. രേണുസുതി അത്രത്തോളം ബോൾഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സാധനങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ കല്ല് പോലെ ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരെ വെച്ച് ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഓൾറെഡി നെഗറ്റീവ് എന്ന് അറിയാം, എന്നാൽ പിന്നെ നെഗറ്റീവ് ഓളികളുടെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്ന കുറേ ടീംസ്. ഇപ്പോൾ ഈ കൊളാബ് കൊടുത്തേക്കുന്ന ടീംസാണ്. അവർ ഈ നെക്കിൻ്റെ സാധനം കുറച്ച് ഇറക്കി കൊടുത്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ആൾക്കാർ നല്ല രീതിയിൽ അറ്റാക്കുമായിട്ട് വന്നിട്ടുമുണ്ട്. പോകുമ്പോഴാണെങ്കിലും അതിന്റെ ആവശ്യമില്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ പ്രശ്നം ഉണ്ടാക്കുവല്ലോ. ഞാൻ സമൂഹത്തിൽ ചെന്ന് ആരെയും മോഷ്ടിക്കാനോ കൊല്ലാനോ ഒന്നും പോവല്ലോ. ഞാൻ അഭിനയിക്കുന്നതല്ലേ. അത് ഇത്ര പ്രശ്നമാണെന്ന് എനിക്ക്, അവർക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. സത്യം, കഷായം ഗ്രീഷ്മയ്ക്ക് പോലും ഇത്രയും വലിയൊരു നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരാളുടെ ഒരു വസ്ത്രധാരണം അവർ കംഫർട്ടബിൾ ആയിരിക്കാം അല്ലാണ്ടിരിക്കാം. നിങ്ങൾ കൺസേൺഡ് ആയിട്ട് ഇപ്പോൾ പല കമന്റ്സ് ഒക്കെ ഉണ്ട്, വളരെ കൺസേൺഡ് ആയിട്ട് ചോദിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഓക്കെ, നാച്ചുറലായിട്ട് ആരായാലും ചോദിക്കുന്ന, അല്ലെങ്കിൽ എന്നാൽ പിന്നെ നിനക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇടണ്ടായിരുന്നല്ലോ. എന്നിപ്പോൾ ആരാണെങ്കിലും ഞാനാണെങ്കിലും ചോദിക്കാൻ അറിയാം, നിനക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നീ അത് ഇടണ്ടല്ലോ. അതിലൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നിനക്കെന്നൊരു ഷാളിട്ട് കഴിയുന്ന അതിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ടീംസ് ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു സ്ത്രീ ഓക്കെ, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇവിടെ എന്തൊക്കെയായിരുന്നു എടേ. അവർക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ളവർ അത് പോയിട്ട് നിയന്ത്രണം ഏർപ്പെടുത്താനെ കൊണ്ട് ശ്രമിക്കുന്നത്? പിന്നെ രേണുസുതി ചേണ്ട വൈഫായിരുന്നു. നോക്കി വെള്ള സാരി ഉടുത്ത് എല്ലായിടത്തും വന്നാൽ മതിയോ രേണുസുതി? അപ്പോഴും നിങ്ങൾ ആ ഒരു വസ്ത്രധാരണത്തിലുള്ള ആ ഒരു സംഭവത്തിലാണ് നിങ്ങൾ അത്രയും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ഷോർട്ട് ടൈമിൽ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിലോട്ട് എത്തിയെങ്കിൽ, ആ ഒരു അച്ചീവ്മെന്റിലോട്ട് എത്തിയെങ്കിൽ അത്രത്തോളം ഒരു വളർച്ചയുണ്ടായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ പറ്റിയിട്ട് ഒരുപാട് പേര് നല്ലത് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് വരുമ്പോഴായിരിക്കും നമുക്ക് അതിൽ നിന്ന് വലിയൊരു ഉയർച്ചയിലോട്ട് എത്താൻ പറ്റുന്നത് അല്ലേ? അത് തന്നെയാണ് ഇപ്പം രേണുസുധയുടെ ഈ ഒരു ജേണിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം റിപ്പീറ്റഡ് ഈ പറയുന്ന കല്യാണം പോലുള്ള ഒരു ഫേക്ക് സാധനം അടിച്ച് കൊണ്ടുവച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ രേണുസുധയുടെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന സൈബർ അറ്റാക്കിന് എവിടെയെങ്കിലും ഒക്കെ ഒരു കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. പിന്നെ കുറേ ആൾക്കാർ ഇപ്പം എന്തായാലും കമന്റ് ബോക്സിൽ പറയും, എന്തൊക്കെ പറഞ്ഞാലും രേണുസുധി കുറച്ച് ഓവറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ആയിക്കോട്ടെ, ഓവർ ആയിക്കോട്ടെ, അല്ലാതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പക്ഷേ അവരുടെ വസ്ത്രധാരണത്തിൽ എന്തിനാണ് നിങ്ങൾ കയറി പോകുന്നത്? ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ നല്ല മാക്സിമം നിങ്ങൾ പറയുന്നുണ്ട്. വസ്ത്രം ധരിക്കുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഓക്കെ, അത് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അതിൽ ഒരാളും പോയി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.